ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാരിയിൽ വെച്ച് നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു ടേസ്റ്റോട് കൂടിയുള്ളൊരു എല്ല് കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നേരത്തെ ഞാനൊരു എല്ല് കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് പോയി കാണണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 2.5 കിലോ എല്ലാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകിയിട്ടുണ്ട്. ഒരു 5-8 തവണ നല്ലോണം നമ്മളിതൊന്ന് കഴുകിയെടുക്കണം. കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം വെള്ളം കളഞ്ഞ് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5-8 വിസിലാകുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓരോന്നിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കും, അതനുസരിച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു 5-8 വിസിലാകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം നമുക്കതിലേക്ക് 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പൂ, പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 4 വലിയ സവാള അരിഞ്ഞതും ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വരണം. അപ്പം നമ്മളിത് വിറകടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. വീഡിയോ ഒരുപാട് ലെന്തി ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് മുളക് പൊടി അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. നമ്മൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അരപ്പിനൊരു പ്രത്യേകം ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലോണം ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എല്ല് ചേർത്ത് കൊടുക്കാം. എല്ല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. വിറകടുപ്പിൽ നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റായിരിക്കും. വിറകടുപ്പിൽ വേവിച്ചെടുക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേകം ടേസ്റ്റാണല്ലോ. അപ്പം നമുക്കിന്ന് കുറഞ്ഞ തീയിൽ ബാക്കിയും കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ ഈ ഇലയിൽ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് വേണം നോക്കിയിട്ടൊക്കെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്.
1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത ശേഷം ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഒരു നുള്ളു കായപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റാണ്, അതുകൊണ്ട് നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചിരട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഒരു ചിരട്ടയുടെ പീസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിരട്ട നല്ലോണം ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുടെ തണ്ടും ഇട്ട് കൊടുത്ത് ഒരു 5-8 മിനിറ്റ് തീയെല്ലാം മാറ്റി ആ കനലിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ചെറുതീയിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ലതായിട്ട് സെറ്റായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്കൊരു 5-8 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞ് വന്ന ശേഷം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ കളറും ആ ഒരു അടിപൊളി ഒരു മസാലയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണ്ണി കിച്ചൻസ് കറി വേൾഡ്. ബൈ.